ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളിന്ന് 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ വീട്ടിൽ കൊണ്ട് ചെറുതാക്കി നുറുക്കി നന്നായി കഴുകി വരണ്ട കേട്ടോ. ഒരു 3-4 തവണ കഴുകി വരാൻ കേട്ടോ, എന്നാലേ അതിൻ്റെ ബ്ലഡൊക്കെ പോവുള്ളൂ. കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക് എന്നിവ നന്നായി ചതച്ച് കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫിൻ്റെ കൂടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും നല്ല നാടൻ വെളിച്ചെണ്ണ വെച്ച് തിരുമ്പി കൊടുക്കണം കേട്ടോ. കൈ മുറിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കണേ. നന്നായി ഒന്ന് ഇളക്കുക. എല്ലാ ഇറച്ചിമീൻ മസാലയ്ക്കും സെറ്റാണ് രൂപത്തിലിട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കതിനകത്ത് കുറച്ച് വെള്ളം, പച്ചവെള്ളം തന്നെ കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുക്കറിന് മേലേക്ക് തിളച്ച് പോയി ആകെ കുക്കറും വൃത്തികേടൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൂടിപ്പോയി. അപ്പോൾ ഇതേ നമ്മുടെ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് നോക്കാം, വെന്തോ നോക്കാം കേട്ടോ. വെന്തിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും. അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കണം. നമ്മുടെ മസാല ആവശ്യത്തിന് നമ്മൾ പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. മഴക്കാലം കാര്യങ്ങൾ ഉണക്കാൻ പറ്റാത്ത കാരണം നമ്മൾ വറുത്താണ് കേട്ടോ പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് 2 സവോളയും 1 കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. വെളുത്തുള്ളി വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വഴറ്റണ്ടേ. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് ബീഫിനൊന്ന് കുഴമ്പ് രൂപത്തിലാണ് അച്ഛൻ ആക്കിയെടുക്കാൻ പറ്റുന്നത്. നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. കുഴമ്പ് രൂപത്തിൽ അച്ഛൻ അങ്ങനത്തെയാണ് കേട്ടോ ഇഷ്ടം. കുറച്ച് വെള്ളം, കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട്. അപ്പോൾ അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇല ഇട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടതൊന്ന് പെട്ടെന്ന് ആവാനാണ്. സമയം കുറച്ച് ലൈറ്റായി, ചോറിന് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് മഞ്ഞപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇനി മല്ലിപ്പൊടി നന്നായി ഒന്ന് വഴറ്റണം കേട്ടോ. നമ്മൾ കുറച്ച് ഇതായിട്ട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇപ്പം നമ്മൾ 1 കിലോ ബീഫിന് 3 ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കണത്. ഇനി ഇതിനകത്ത് നമുക്ക് മുളക് നമ്മൾ അധികം ഇട്ട് കൊടുക്കണില്ല കേട്ടോ. കുറച്ച് എരിവ് കൂടിപ്പോയാലും കുഴപ്പം, കുറച്ച് എരിവ് കുറഞ്ഞു പോയാലും കുഴപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ മുളക് പൊടിയും കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതും നന്നായിട്ടൊന്ന് ഇളക്കി തന്നെ എടുക്കണം കേട്ടോ. കരിയാൻ പാടില്ല. തീ കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നന്നായിപ്പോൾ മഞ്ഞൾപ്പൊടി ഇല്ല, മല്ലിപ്പൊടി, മുളക് പൊടി, മസാല 3ഉം കൂടെ നന്നായിട്ട് ഈ സവോളയിലിട്ട് വഴറ്റിയെടുത്ത് ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് വേവിച്ച് വെച്ച ബീഫിന് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ബീഫിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ചട്ടിയിൽ കിടന്ന് തിളച്ച് സെറ്റായിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കുന്നത് ബീഫിൻ്റെ കൂടെ നമുക്ക് കപ്പയാണ്. കപ്പ ഞാൻ സെപ്പറേറ്റാണ് വേവിച്ച് വെച്ചത്. അതും ഇതിനകത്ത് ഇട്ട് കൊടുത്ത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ചിലർ ബീഫിൻ്റെ കൂടെ തന്നെ കപ്പിട്ട് വേവിക്കണം, നമ്മൾ സെപ്പറേറ്റ് വേവിച്ച്. ഇനി അത് വേവിട്ടെ. ഗ്യാസ് കുറച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കുരുമുളക് പൊടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറവിട്ട് കൊടുത്ത്. ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബീഫും കപ്പയും കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് കൂട്ടി ഒരു പിടി പിടിച്ചാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.